സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ടൂറിസ്റ്റ് ഹോട്ട്സ്പോട്ടുകളിലൊന്നായ ഒരുപാട് ഭംഗിയുള്ള ഐലൻഡുകളും ബീച്ചുകളും ഒക്കെയുള്ള ഓരോ ദിവസവും 1,00,000-ൽ പരം ഫോറിൻ ടൂറിസ്റ്റുകൾ കാഴ്ചകൾ കാണാനായി വന്നിറങ്ങുന്ന തായ്ലൻഡിലേക്കാണ് നമ്മുടെ ഇത്തവണത്തെ യാത്ര. 5 വീഡിയോകൾ അടങ്ങുന്ന സീരീസിലെ ആദ്യത്തെ വീഡിയോ ആണ് ഇന്നത്തേത്. നമ്മൾ ഇന്ന് പോകുന്നത് തായ്ലൻഡിലെ തന്നെ ഏറ്റവും വലിയ ഐലൻഡായ ഫുക്കറ്റിലേക്കാണ്. ഫുക്കറ്റിൻ്റെ വെസ്റ്റ് കോസ്റ്റിലെ റിസോർട്ട് ടൗൺ ആയ പത്തോങ്ങിൻ്റെ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോ. നമ്മുടെ ആദ്യത്തെ ഡെസ്റ്റിനേഷൻ ഫുക്കറ്റ് ആയതുകൊണ്ട് തന്നെ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് നമ്മൾ നേരെ ഫുക്കറ്റ് ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്കാണ് ഫ്ലൈറ്റ് എടുത്തത്. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് പത്തോങ്ങിലേക്കാണ്. എയർപോർട്ടിൽ നിന്ന് 32 കിലോമീറ്ററാണ് അങ്ങോട്ടേക്കുള്ള ദൂരം, ഏകദേശം 1 മണിക്കൂറുള്ള യാത്ര. ഫുക്കറ്റിലെ ഏറ്റവും തിരക്കേറിയ റിസോർട്ട് ടൗൺ ആണ് പത്തോങ്. നൈറ്റ് ലൈഫിനൊക്കെയും പേര് കേട്ട സ്ഥലമാണ് ഈ പത്തോങ്. എയർപോർട്ടിൽ നിന്ന് പത്തോങ്ങിലേക്ക് ക്യാബുകളും ബസ്സുകളും ഒക്കെ അവൈലബിൾ ആണ്. ഏറ്റവും ചീപ്പസ്റ്റ് ഓപ്ഷൻ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന പോലത്തെ ബസ് തന്നെയാണ്. 100 തായ് ബാട്ടാണ് ഒരാൾക്ക് ബസ് ടിക്കറ്റിനായത്, അതായത് ഏകദേശം ഒരു 250 രൂപ. എയർപോർട്ടിൽ നിന്ന് എക്സിറ്റ് ചെയ്ത് കുറച്ച് നടക്കുമ്പോൾ തന്നെ ബസ്സുകൾ നിർത്തിയിട്ടിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് തന്നെ പത്തോങ്ങിലേക്ക് ബസ് സർവീസും എയർപോർട്ടിൽ നിന്നുണ്ട്. നമ്മുടെ നാട്ടിലുള്ളതുപോലെ തന്നെ ഒരുപാട് പച്ചപ്പൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷെ നാട്ടിലെ പോലെയല്ല ഇവിടുത്തെ റോഡുകൾ. നല്ല വീതിയിൽ കുണ്ടും കുഴിയും ഒന്നും ഇല്ലാത്തതുകൊണ്ട് വളരെ സ്മൂത്താണ് യാത്ര. പിന്നെ പെട്ടെന്ന് ശ്രദ്ധയിൽപ്പെടുന്നത് ഇവിടുത്തെ വണ്ടികളാണ്. കാറുകളെല്ലാം തന്നെ കൂളിംഗ് ഫിലിമൊക്കെ ഒട്ടിച്ചാണ് പോകുന്നത്. പിന്നെ ഇന്ത്യയിലില്ലാത്ത ഒരുപാട് മോഡൽസും കാണാൻ സാധിക്കും റോഡിൽ. പൊതുവേ ഡെവലപ്ഡ് കൺട്രീസിലൊക്കെ കാണുന്നത് പോലെ ഒരുപാട് പിക്കപ്പ് ട്രക്കുകൾ റോഡിൽ കാണാൻ സാധിക്കും നമുക്ക്. ടൊയോട്ട ഹൈലക്സ്, മിറ്റ്സുബിഷിയുടെ ട്രൈറ്റൺ, MG എക്സ്റ്റൻഡർ, നിസാൻ നവാര, ഫോർഡ് റേഞ്ചറൊക്കെ കുറേ റോഡിൽ കാണാൻ സാധിക്കും. ഇതിനുള്ളൊരു മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ തായ്ലൻഡിൽ പിക്കപ്പ് ട്രക്കുകൾക്ക് വളരെ ചെറിയ എക്സൈസ് ടാക്സ് ആണ് കൊടുക്കേണ്ടത്. പാസഞ്ചർ വെഹിക്കിൾസിനൊക്കെ 20% അല്ലെങ്കിൽ അതിന് മുകളിലാണ് ടാക്സ് എങ്കിൽ പിക്കപ്പ് ട്രക്കുകൾക്ക് 3% മാത്രമാണ് എക്സൈസ് ടാക്സ് വരുന്നത്. പത്തോങ്ങിനോട് അടുത്ത് തുടങ്ങിയപ്പോൾ ട്രാഫിക്കൊക്കെ കൂടി വരുന്നത് കാണാം നമുക്ക്. വെസ്റ്റേൺ കൺട്രീസിൽ നിന്നുള്ള ടൂറിസ്റ്റുകൾ ഇവിടുത്തെ റോഡ് മാനേഴ്സ് ഒക്കെ മോശമാണെന്ന് പറയുമെങ്കിലും നമ്മുടെ നാട്ടിലെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ വളരെ നല്ല ഡ്രൈവേഴ്സാണ് ഇവിടുത്തെ ആൾക്കാർ. ഇത്രയും സ്ലോ ട്രാഫിക് ആയിട്ടും അത്യാവശ്യത്തിന് ഡിസ്റ്റൻസ് ഒക്കെ ഇട്ടാണ് ഓരോ വണ്ടിയും പോകുന്നത്. ബുക്ക് ചെയ്തിരിക്കുന്ന സ്റ്റേയുടെ അടുത്തുള്ളൊരു സ്റ്റോപ്പ് എത്തിയപ്പോൾ ഞങ്ങൾ ബസ്സിൽ നിന്നിറങ്ങി. ഈ കാണുന്നതാണ് ഞങ്ങൾ വന്ന ബസ്. സ്ഥിരം എയർപോർട്ടിൽ നിന്ന് ഓടുന്ന ബസ്സാണെന്നാണ് കണ്ടിട്ട് തോന്നുന്നത്. അങ്ങനെ ഗൂഗിൾ മാപ്പിൽ ഞങ്ങൾ ബുക്ക് ചെയ്ത ഹോട്ടലിൻ്റെ ലൊക്കേഷൻ നോക്കി നടന്നു തുടങ്ങി. എയർപോർട്ട്സ് മാക്സിൻ്റെ ഒക്കെ ഫേക്ക് ഇരിക്കുന്ന ഒഴികെ നടന്നു പോകുന്ന വഴിയിൽ ഇതുപോലെ ചെറിയ ചെറിയ കുറേ കടകൾ കാണാൻ സാധിക്കും നമുക്ക്. അങ്ങനെ ഒരു 2 മിനിറ്റ് നടന്നു ചെന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ബുക്ക് ചെയ്ത ഹോട്ടൽ GP ഹൗസിൻ്റെ ബോർഡ് കണ്ടു. ഏതാണ് സ്ഥലമെന്ന് ആദ്യം ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പിന്നെയാണ് മനസ്സിലായത് ഈ വഴി കയറി പോകണമെന്ന്. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ഇവരുടെ തന്നെ റെസ്റ്റോറൻ്റ് ആണ്. റിസപ്ഷനിലിരുന്ന പയ്യൻ്റെ അടുത്ത് ഞങ്ങൾ ബുക്കിംഗ് ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞ് എല്ലാവരുടെയും പാസ്പോർട്ടും കാണിച്ചു. ഞങ്ങളുടെ റൂംസ് കാണിക്കാൻ കൊണ്ടുപോകാണ് ഇപ്പോൾ. ഇതാണ് ഇവരുടെ പൂള്. നല്ല ക്ലിയർ വെള്ളമാണ് പൂളിലൊക്കെ. ചെറിയൊരു ജിം സെറ്റപ്പും ഉണ്ട് ഇവിടെ. ഈ കാണുന്നതാണ് തായ്ലൻഡ് വരുന്നവരുടെ സ്ഥിരം പിറ്റ് സ്റ്റോപ്പായ 7-Eleven. തായ്ലൻഡിലുടനീളം 15,000-ഓളം 7-Elevens ഉണ്ട്. അതുകൊണ്ട് തന്നെ ഏത് മൂലയ്ക്ക് പോയാലും ഒരു 7-Eleven കാണാൻ സാധിക്കും നമുക്ക്. കുറച്ചു നേരം റെസ്റ്റൊക്കെ എടുത്തു കഴിഞ്ഞ് ഞങ്ങൾ ഓൾഡ് ടൗൺ ഫുക്കറ്റ് കാണാനായിട്ട് ഇറങ്ങി. പത്തോങ്ങിൽ ഞങ്ങളുടെ സ്റ്റേയിൽ നിന്ന് 14 കിലോമീറ്റർ ദൂരെയാണ് ഈ ഓൾഡ് ടൗൺ ഫുക്കറ്റ്. നമ്മുടെ നാട്ടിൽ ഊബറൊക്കെ പോലെയുള്ള ബോൾട്ട് എന്ന് പറഞ്ഞൊരു ആപ്പ് യൂസ് ചെയ്താണ് ഞങ്ങൾ ടാക്സി എടുത്തത്. പണ്ട് കാലത്ത് തകരം അല്ലെങ്കിൽ ടിൻ മൈനിങ് ഒരുപാട് നടന്നിരുന്നൊരു സ്ഥലമാണ് ഫുക്കറ്റ്. 16-ാം നൂറ്റാണ്ട് മുതലേ യൂറോപ്യൻസ് ഫുക്കറ്റിലെ ടിൻ ട്രേഡിങ്ങിൽ ഏർപ്പെട്ടിരുന്നുവെന്നാണ് അറിയപ്പെടുന്നത്. 20-ാം നൂറ്റാണ്ട് തുടക്കത്തിൽ അന്നത്തെ ഗവർണർ വലിയ യൂറോപ്യൻ മൈനിങ് കമ്പനീസിനെയൊക്കെ ഫുക്കറ്റിലേക്ക് ക്ഷണിക്കുകയായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഓൾഡ് ടൗണിലെ പ്രധാനമായ റോഡുകളും കനാലുകളും ഒക്കെ പണിയുന്നത്. ഹോക്കിൻ ചൈനീസ് വംശജരാണ് കൂടുതലും ടിൻ മൈനുകളിൽ പണിക്കായി പോയിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ പണ്ട് കാലത്ത് പണിത ഓൾഡ് ടൗണിലെ കെട്ടിടങ്ങൾ കൂടുതലും ഒരു സൈനോ പോർച്ചുഗീസ് സ്റ്റൈലിലാണ് കാണാൻ സാധിക്കുന്നത്. അതായത് ചൈനീസ് ആൻഡ് പോർച്ചുഗീസ് ആർക്കിടെക്ചറിന്റെ ഒരു മിക്സ്. അന്നത്തെ ആ കെട്ടിടങ്ങൾ, പ്രത്യേകിച്ച് ഷോപ്പുകളും മാൻഷൻസും ഒക്കെ ഇപ്പോഴും മാർക്കറ്റുകളും കടകളുമായിട്ട് ഇവിടെ കാണാൻ സാധിക്കും. ക്ലോ മെഷീൻ ഗെയിംസ് ഒക്കെ ഉള്ള സ്ഥലമാണത്. പോകുന്ന വഴിക്ക് കണ്ട ചെറിയൊരു സ്പോട്ടാണ്. 10 ബാട്ട് കൊടുത്താൽ നമുക്ക് ഒരു തവണ ട്രൈ ചെയ്യാം. ക്ലോ വെച്ച് പിടിച്ചെടുക്കുന്ന പാവ നമുക്ക് വീട്ടിൽ കൊണ്ടുപോകാം. പക്ഷെ എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പൈസ പോയതല്ലാതെ ഞങ്ങൾക്ക് പാവയൊന്നും കിട്ടിയില്ല. ഓൾഡ് ടൗൺ ഒക്കെ കറങ്ങി കഴിഞ്ഞ് രാത്രി ആയപ്പോൾ ഞങ്ങൾ പത്തോങ്ങിലെ മെയിൻ സ്ട്രീറ്റായ ബംഗ്ലാ റോഡ് കാണാൻ ഇറങ്ങി.
ഞങ്ങളുടെ ഹോട്ടലിൽ നിന്ന് ഒരു 10 മിനിറ്റ് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ അങ്ങോട്ടേക്ക്. നൈറ്റ് ആയാൽ ഫുൾ ഓൺ ആയിട്ടുള്ള സ്ഥലമാണ് നമ്മൾ കാണാൻ പോകുന്ന ബംഗ്ലാർ റോഡ്. അങ്ങോട്ടേക്ക് നടക്കുന്ന വഴി കണ്ട ചെറിയൊരു കടയിൽ ഇവിടുത്തെ ഫേമസ് ഡെസേർട്ട് ഐറ്റമായ മാംഗോ സ്റ്റിക്കി റൈസ് കണ്ടു. 60 ബാട്ട് കൊടുത്താൽ ഒരെണ്ണം കിട്ടും. ഒരെണ്ണം ഞങ്ങളും വാങ്ങി കഴിച്ചു. അങ്ങനെ ഞങ്ങൾ നടന്ന് ബംഗ്ലാർ വാക്കിംഗ് സ്ട്രീറ്റ് എത്തി. ഇഷ്ടം പോലെ ആളുകളൊക്കെ ആയിട്ട് നല്ല ലൈവ്ലിയാണ് വാക്കിംഗ് സ്ട്രീറ്റ്. സൈഡിൽ ഇതുപോലെ കൂടുതലും ബാറുകളാണ്. ഇവിടുത്തെ ലോക്കൽ സ്പൈഡർമാനെ കണ്ടില്ലേ, പാട്ടൊക്കെ പാടി ചില്ലിങ് ആണ് പുള്ളി. സ്പൈഡർമാൻ ഇങ്ങനെ ഡാൻസ് ഒക്കെ കളിച്ച് വഴിയരികിൽ ഇങ്ങനെ നിപ്പാണ്. ചിലരൊക്കെ വന്ന് കൂടെ ഡാൻസ് കളിച്ച് പോകുന്ന കാണാം. കൂടുതൽ ആളുകളും സ്ട്രീറ്റിലെ വേറെ കാഴ്ചകളൊക്കെ കാണുന്ന തിരക്കിലാണ്. വഴിയിലിത് ഇതുപോലെ വമ്പൻ ബാറുകളൊക്കെ ഉണ്ട്. മിക്ക ബാറുകളിലും ഇതുപോലെ കസ്റ്റമേഴ്സിനെ ആകർഷിക്കാൻ ഡാൻസ് കളിച്ച് നിൽക്കുന്ന ഒരുപാട് സ്ത്രീകളെ കാണാം. ഇത് ഇവിടുത്തെ സ്ട്രീറ്റുകളിലേക്ക് ഒരു സ്ഥിരം കാഴ്ചയാണ്. അങ്ങനെ സ്ട്രീറ്റിന് തിരക്കുന്നൊക്കെ ഒഴിഞ്ഞ് ഞങ്ങൾ ഒരു ഫുഡ് മാർക്കറ്റിലെത്തി. ഇതുപോലെ കസേരകളും ടേബിളുകളും നിരത്തിയിട്ടേക്കാണ്. സൈഡുകളിലായിട്ട് ഇങ്ങനെ ഓരോരോ ചെറിയ ഫുഡ് വെൻഡേഴ്സിനെ കാണാം. പലതരം ഐറ്റംസ് ഉണ്ട് ഇവിടെ. ജീവനോടുള്ള ലോബ്സ്റ്റേഴ്സ് ഒക്കെയാണ് ഡിസ്പ്ലേക്ക് വെച്ചിരിക്കുന്നത്. പോർക്ക്, ചിക്കൻ, ബീഫ്, പോരാത്തതിന് ക്രോക്കഡൈൽ വരെ ഇവിടെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആവശ്യക്കാർ വരുമ്പോൾ എടുത്ത് പൊരിച്ചു കൊടുക്കും. നേരം നല്ല വൈകിയതുകൊണ്ട് ഇപ്പോൾ ആളുകൾ കുറവാണ്. അങ്ങനെ ഞങ്ങൾ മെല്ലെ അന്നത്തെ കാഴ്ചകളൊക്കെ തീർത്ത് മടങ്ങി. ഫുക്കറ്റിലെ അവസാന കാഴ്ചയായിട്ട് ഞങ്ങൾ സെൻട്രൽ ഫുക്കറ്റ് മോളിലേക്ക് പോകാൻ തീരുമാനിച്ചു. ഞങ്ങളുടെ ഹോട്ടലിൽ നിന്ന് ഒരു 10 മിനിറ്റ് നടക്കാനുള്ള ദൂരമുള്ള അങ്ങോട്ടേക്ക്. അങ്ങനെ തലേന്ന് രാത്രിയുള്ള ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞ് ഫുക്കറ്റ് തെരുവുകളിലൂടെ ഞങ്ങൾ മോൾ ലക്ഷ്യമാക്കി നടന്നു. മസാജ് പാർലറുകളിലും ബീച്ച് ഷോപ്പുകളിലും റെസ്റ്റോറൻറ്റുകളിലും ഒക്കെ ആൾത്തിരക്ക് മെല്ലെ കൂടി വരുന്നേ ഉള്ളൂ. കാറുകളല്ലാതെ നമ്മുടെ നാട്ടിലെ പോലെ മോട്ടോർ ബൈക്സിന് പകരം ഇതുപോലെ CC കൂടിയ സ്കൂട്ടറുകളാണ് തായ്ലൻഡിൽ കൂടുതലും കാണാൻ സാധിക്കുന്നത്. ഈ കാണുന്നത് പോലെ ടൗൺ ഭാഗങ്ങളിൽ പാർക്കിംഗ് ഉള്ള ഏരിയയിൽ ഇതുപോലെ നിരത്തി വെച്ചിരിക്കുന്നത് കാണാം നമുക്ക് സ്കൂട്ടറുകൾ. ഇതാണ് സെൻട്രൽ ഫുക്കറ്റ് ഷോപ്പിംഗ് മോൾ. 45 ലക്ഷം സ്ക്വയർ ഫീറ്റ് ആണ് അത്ര സെൻട്രൽ ഫുക്കറ്റ് മോളിന്റെ ലീസബിൾ ഏരിയ. എന്തോരം വലുപ്പം ഉണ്ടെന്ന് നിങ്ങൾക്ക് ഊഹിക്കാൻ സാധിക്കും. അപ്പോൾ അകത്ത് കയറിയാൽ കറങ്ങി നടക്കാൻ ഒരുപാട് സ്ഥലമുണ്ട് ഇവിടെ. മോളിന്റെ ഉള്ളിൽ ഷോപ്പായിട്ട് റെന്റ് ചെയ്യാതെ ഇതുപോലെ സ്റ്റാൻഡുകളൊക്കെ ഇട്ട് സാധനങ്ങൾ വിൽക്കുന്ന കടകളും കാണാം നമുക്ക്. ഹാൻഡ് മെയ്ഡ് ഐറ്റംസ് ആണ് ഇതൊക്കെ. മോളിന്റെ ഒരു ഫ്ലോറിൽ കണ്ടതാണ് ഈ കാഴ്ച. സൈലോഫോൺ പോലെയുള്ള റനാത്ത് എന്ന പേരുള്ള ട്രഡീഷണൽ തായ് മ്യൂസിക് ഇൻസ്ട്രുമെന്റ് ആണ് ഈ കുട്ടി വായിക്കുന്നത്. ഒരു ടിപ്പ് ബോക്സും സൈഡിൽ കാണാൻ സാധിക്കും. നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ ഫീഫി ഐലൻഡ് ആണ്. ഫുക്കറ്റിൽ നിന്ന് ഫെറി കയറി വേണം അങ്ങോട്ടേക്ക് പോകാൻ. ഞങ്ങളുടെ ഹോട്ടലിന്റെ വാതിക്ക് തന്നെയുള്ള ടൂറിസ്റ്റ് സെന്ററിൽ നിന്ന് ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്തു. ഹോട്ടലിന്റെ വാതിക്ക് നിന്ന് തന്നെ നമ്മളെ പിക്കപ്പ് ചെയ്ത് പിയറിലേക്ക് ഇവർ കൊണ്ടുപോകും. 550 ബാട്ട്, അതായത് നമ്മുടെ ഏകദേശം 1100 രൂപയാണ് ഒരാൾക്ക് ഇവിടുന്ന് പിക്കപ്പ് ഉൾപ്പെടെ ഫെറിയിൽ ഫീഫി ഐലൻഡ് വരെ പോകാനുള്ള റേറ്റ്. അങ്ങനെ 2 ദിവസം കൊണ്ട് തന്നെ നല്ല പരിചയമായ പത്തോങ്ങിലെ GP ഹൗസും സ്ട്രീറ്റും ഒക്കെ ഒന്നുകൂടെ നോക്കിക്കണ്ട് ഫീഫി ഐലൻഡുകളിലേക്കുള്ള യാത്ര തുടങ്ങാൻ ഒരുങ്ങി ഞങ്ങൾ. ഫുക്കറ്റിലെ കാഴ്ചകളെക്കാളും ഒരുപാട് പ്രകൃതി ഭംഗിയൊക്കെ നിറഞ്ഞ കാഴ്ചകളാണ് ഫീഫിയിലേത്. അപ്പോൾ ഫീഫിയിലെ കാഴ്ചകൾ അടുത്ത വീഡിയോയിൽ വിശദമായിട്ട് കാണാം.